നമ്മൾ സാധാരണക്കാരൻ ഇലക്ട്രിസിറ്റിയോ വാട്ടറോ ഏത് സംഭവമായാലും അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അതപ്പോൾ ഡിസ്കണക്ട് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് അല്ല ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത്. കാര്യം നമുക്കൊക്കെ വേദന ഉണ്ട്. ഞാനൊക്കെ ഏകദേശം 50ഓളം കേസിൽ പ്രതിയായി 4-5 പ്രാവശ്യം ജയിലിൽ കിടന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് സമയവും ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നൊക്കെ നമുക്കൊരു ആവേശമായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോ ഇതൊക്കെ എല്ലാം വ്യതിചലിച്ചു. എല്ലാവർക്കും അധികാരവും സമ്പത്തും സ്വാർത്ഥതയും എല്ലാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റിൽ വ്യക്തമായി ജനാധിപത്യ ജനകീയ ക്ഷേമകാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന മന്ത്രിമാരോ നേതാക്കളോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ കാരണം എന്താണ്? ഒരു നാടിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ എവിടെയായാലും ശരി തന്നെയാണ്, ഒരു വീട്ടിലായാലും ശരി തന്നെയാണ്, അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഏകാധിപതിയായി വരുന്ന സംഭവം ഉണ്ടെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഭയം ഉണ്ടാകും. അത് വികസന വിരുദ്ധമാണ്. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്. ഏകാധിപതി എന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്. ആർക്കും എതിരഭിപ്രായം പറയാൻ കഴിയില്ല, ആർക്കും ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ പലതും ഇപ്പോ മുഹമ്മദ് റിയാസിനോടാണ് ചർച്ച ചെയ്യുന്നതെന്നാണ് പലരും മാധ്യമങ്ങൾ അത് മറ്റു പലരും പറഞ്ഞ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ ഭാഗം എന്താണ്? കേന്ദ്രീകൃത അധികാരമാണ്. അധികാര വികേന്ദ്രീകരണമാണ് LDFന്റെ നയം. ജനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അധികാര വികേന്ദ്രീകരണം. ഇപ്പൊ അധികാര വികേന്ദ്രീകരണമല്ല, അഴിമതി വികേന്ദ്രീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. സമസ്ത മേഖലയിലും അഴിമതിയാണ്. പണ്ട് നമുക്കറിയാം, ഒരു സഹാവ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ബഹുമാനമാണ്. അവർ ഇടുന്ന ഡ്രസ്സോ അവർ ഉപയോഗിക്കുന്ന വാഹനം ഒന്നും ശ്രദ്ധിക്കാറില്ല. എത്രമാത്രമാണ് സഹാക്കൾ നമ്മൾ ബഹുമാനിച്ചിരുന്നത്. ഇപ്പൊ എന്താ സഹാക്കളുടെ സ്ഥിതി? സഹാക്കൾ വീട്ടിൽ കയറ്റാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഉണ്ടോ? അതെന്തുകൊണ്ടുണ്ടാകുന്നു? അവിടെയാണ് പറഞ്ഞത്, സാധാരണ ജീവിതങ്ങളിൽ നിന്നും ആഡംബരത്തിലേക്ക് പോയി. ആഡംബരം ഉണ്ടാവണമെങ്കിൽ എന്ത്? സമ്പത്ത് വേണം. അപ്പൊ സമ്പത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യും? പല രീതിയിൽ അഴിമതിയിലേക്ക് പോകും. അഴിമതി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാവും. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ആരായിരിക്കും? അവിശുദ്ധമായി പണം ഉണ്ടാക്കുന്നവരായിരിക്കാം, മുതലാളിമാരായിരിക്കാം. അതാണ് നമുക്കിവിടെ നോക്കിക്കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് പറയാം? നിലപാട് പറയാം. കേരളത്തിൽ ഒന്നിച്ച് നിൽക്കൂലേ? കേരളത്തിൽ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കും. കേരളത്തിൽ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ ഒരുമിച്ച് നിൽക്കൂലേ? അത് കേരളത്തിന്റെ വികസനമാണല്ലോ, അതിൽ രാഷ്ട്രീയമുണ്ടോ? പക്ഷെ ഇവിടെ അതല്ലല്ലോ നടക്കുക. കേന്ദ്രം നടപ്പിലാക്കുന്ന നയമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ടുകാലി മമ്മൂഞ്ഞായി മാറുകയില്ലേ? അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇത് ഉത്സവ പറമ്പിലെ ഈ വർഷത്തെ ഉത്സവം പൂർവാധികം ഭംഗിയായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു ബഡ്ജറ്റ് മാത്രമേ കാണൂ. കാരണം വികസനങ്ങൾക്ക് വേണ്ടി, ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് വേണ്ടേ? ഫണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും പിരിച്ചെടുക്കാനും കഴിയണ്ടേ? അത് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 1-2 മേഖലയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന് സാധാരണക്കാരന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വികസന കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയില്ല. ഈ ബഡ്ജറ്റിൽ ഒറ്റ കാര്യം കൂടി, ഈ ബഡ്ജറ്റിൽ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാകാം. നടന്നില്ല എങ്കിൽ ജോസ് കെ മാണി ഉൾപ്പെടെ ഉള്ളവർ വ്യക്തമായ അഭിപ്രായ നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗവൺമെന്റ്, രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റിനോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അസ്തമിക്കുകയാണ്. ജനതാദൾ സംപൂജ്യരായി, കോൺഗ്രസ് കഴിഞ്ഞു, NCP 2-3 ഭാഗമായി നിൽക്കുന്നു. ജോസ് കെ മാണി എപ്പോഴും വേണോ വിടാം. INL എന്താ മറ്റേ കൊടിയുടെ കളറുള്ളത് കൊണ്ട് മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ചർച്ചയിലൂടെ പറയട്ടെ. രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റും ഒക്കെ അധികാരത്തിൽ വന്നത് വികസനത്തിന്റെ ക്ഷേമത്തിന്റെ അല്ല. കേരളത്തിൽ കോൺഗ്രസും CPM കൂടി പറഞ്ഞു, BJP, ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞാണ് കേട്ടോ, ഞങ്ങളൊന്ന് ആ ഭാഗമായിരുന്നു. BJP മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വിരുദ്ധരാണ്. അതുകൊണ്ട് കേരളത്തിൽ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ആ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല, CPM-നെ കഴിയൂ. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തു. 19 സീറ്റ് കോൺഗ്രസിന് എങ്ങനെ കിട്ടിയത്? ഇന്ത്യയിൽ 1ാമത്തെ കക്ഷിയായി കോൺഗ്രസ് വരണം, അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് 19 സീറ്റ് കിട്ടിയത്, അല്ലെ കോൺഗ്രസിന്റെ കഴിവല്ല. ഈ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുന്നു. മലബാർ ഉൾപ്പെടെയുള്ള ഏരിയയിൽ മുസ്ലിം സഹോദരിമാർ, കുട്ടികൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസം കുറവായിരുന്നു, ഞാൻ ആക്ഷേപിക്കുന്നതല്ല. എന്നാൽ അവർ ഇപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നു. അവർ സമൂഹത്തെയും സാംസ്കാരികതയും നമ്മുടെ നാടിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും വികസന കാര്യങ്ങളും മറ്റും ചർച്ച ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ NDA അടുക്കുന്നു.
ഞാൻ ഈ അടുത്ത സമയത്ത് മലപ്പുറത്ത് ഒരു യോഗത്തിന് പോയി 10-300 ആൾ പങ്കെടുത്തു. അല്ല 50 ആളുകൾ മുസ്ലിം സഹോദരിമാർ, കൊച്ചുകുട്ടി മീൻസ് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമാണ്ടേ ഞങ്ങൾ എന്നാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായാൽ കേരളത്തിന്റെ രാഷ്ട്രീയം മാറും. കോൺഗ്രസും CPM സ്വീകരിക്കുന്ന ഈ സമീപനം ജനക്ഷേമമല്ല, സാധാരണ ന്യൂനപക്ഷങ്ങൾ ഗുണകരമല്ല എന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയമാണ് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജാഥ നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങിൽ ഉണ്ടായിരുന്നല്ലോ ജാഥയിൽ എത്ര മുസ്ലിം സഹോദരന്മാരാ ചേർന്നിരിക്കുന്നത്, എത്ര ക്രിസ്ത്യൻ സഹോദരന്മാരാ. CPM കോൺഗ്രസും ഒക്കെ വിട്ട് ആയിരക്കണക്കിന് ആളുകളല്ലേ ഇതിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് വരുന്നു? കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, വേഷമില്ല. എല്ലാ ജനങ്ങളുടെയും വികസനമാണ് ലക്ഷ്യം. ആ വികസന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന് അതിന്റെ ഭാഗമാകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ NDAയുടെ ജാഥ നടക്കുന്നത്. ഇത് പത്രത്തിലെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്.